أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والشمس وضحاها والقمر إذا تلاها والنهار إذا جلاها والليل إذا يغشاها والسماء وما بناها والأرض وما طحاها ونفس وما سواها صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തു ശംസിൻ്റെ ആദ്യത്തെ 7 ആയത്തുകളാണ് ഓതി വെച്ചത്. അർത്ഥം ശ്രദ്ധിക്കുക. അശംസ് എന്ന് പറഞ്ഞാൽ സൂര്യൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വശംസി വളുഹാഹാ. വശംസി, സൂര്യൻ തന്നെയാണ് സത്യം. വളുഹാഹ, അതിൻ്റെ ലുഹ സമയവും തന്നെയാണ് സത്യം. വശംസി വളുഹാഹ, സൂര്യനും അതിൻ്റെ ലുഹ സമയവും തന്നെയാണ് സത്യം. വൽ ഖമരി ഇദാ തലാഹ, വൽ ഖമരി, ചന്ദ്രനെ കൊണ്ടും സത്യം. ഇദാ തലാഹ, അത് അതിനെ പിന്തുടരുമ്പോൾ. വൽ ഖമരി ഇദാ തലാഹ, ചന്ദ്രൻ അതിനെ പിന്തുടരുമ്പോൾ അതിനെ കൊണ്ടും സത്യം. വന്നഹാരി ഇദാ ജല്ലാഹ, വന്നഹാരി, പകലിനെ കൊണ്ടും സത്യം. ഇദാ ജല്ലാഹ, അത് തെളിഞ്ഞു വരുമ്പോൾ. വന്നഹാരി ഇദാ ജല്ലാഹ, പകൽ തെളിഞ്ഞു വരുമ്പോൾ അതിനെക്കൊണ്ടും സത്യം. വല്ലൈലി ഇദാ യഗ്ശാഹ, വല്ലൈലി, രാത്രിയെ കൊണ്ടും സത്യം. ഇദാ യഗ്ശാഹ, അത് ഇരുൾ മൂടി വരുമ്പോൾ. രാത്രി ഇരുൾ മൂടി വരുമ്പോൾ അതിനെക്കൊണ്ടും സത്യം. വല്ലൈലി ഇദാ യഗ്ശാഹ വസ്സമാഇ വമാ ബനാഹ, വസ്സമായി, ആകാശത്തെ കൊണ്ടും സത്യം. വമാ ബനാഹ, അതിനെ പടച്ചവനെ കൊണ്ടും സത്യം. വസ്സമായി വമാ ബനാഹ, ആകാശത്തെ കൊണ്ടും അതിനെ പടച്ചവനെ കൊണ്ടും സത്യം. വൽ അർളി വമാ ത്വഹാഹ, വൽ അർളി, ഭൂമിയെ കൊണ്ടും സത്യം. വമാ ത്വഹാഹ, അതിനെ പരത്തിയവനെ കൊണ്ടും സത്യം. വൽ അർളി വമാ ത്വഹാഹ, പകലിനെ കൊണ്ടും ഭൂമിയെ കൊണ്ടും അതിനെ പരത്തിയവനെ കൊണ്ടും സത്യം. വനഫ്സിൻ വമാ സവ്വാഹ, വനഫ്സിൻ, ആത്മാവിനെ കൊണ്ടും സത്യം. വമാ സവ്വാഹ, അതിനെ രൂപപ്പെടുത്തിയവനെ കൊണ്ടും സത്യം. വനഫ്സിൻ വമാ സവ്വാഹ, ആത്മാവിനെ കൊണ്ടും അതിനെ രൂപപ്പെടുത്തിയവനെ കൊണ്ടും സത്യം. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ സൂറത്തിൽ ആദ്യമായി സൂര്യനെ കൊണ്ടും ലുഹാ സമയത്തെയും വെച്ചുകൊണ്ട് സത്യം ചെയ്യണം. വശംസി വളുഹാഹ, സൂര്യനെ കൊണ്ടും ലുഹാ സമയത്തെ കൊണ്ടും സത്യം. ലുഹാ സമയം എന്ന് പറയുന്നത് സൂര്യൻ ഉദിച്ചുയർന്ന, വെളിച്ചം വെക്കുന്ന, അതുപോലെ തന്നെ സൂര്യന് ചൂട് വരുന്ന ആ ഒരു സമയമാണ്. ആ സമയം മനുഷ്യനും ജന്തുക്കളുമൊക്കെ പുറത്തിറങ്ങുന്ന, മനുഷ്യൻ അവൻ്റെ ജീവിത ക്രമീകരണത്തിന് വേണ്ടിയിട്ട് പണിക്ക് പോകുന്ന, ജന്തുക്കളൊക്കെ ആഹാരം തേടി പോകുന്ന, നേരത്തെ കിടന്നുറങ്ങിയിരുന്ന ജീവികളൊക്കെ അത്തരം സ്ഥലത്ത് നിന്ന് വെയിലിൻ്റെ ചൂടേറ്റ് പുറത്തിറങ്ങുന്ന ആ സമയം, അഥവാ സജീവമാകുന്ന ആ സന്ദർഭത്തെയാണ് ഇവിടെ അള്ളാഹു സത്യം ചെയ്യുന്നത്. വൽ ഖമരി ഇദാ തലാഹ,
ചന്ദ്രനെ കൊണ്ടും അത് അതിനെ പിന്തുടരുന്ന സമയത്ത്, അഥവാ സൂര്യൻ അസ്തമിച്ച് കുറച്ച് സമയം കഴിഞ്ഞ് ചന്ദ്രൻ വെളിവാകുന്ന ആ സന്ദർഭം, അഥവാ ഇരുട്ടിലേക്ക് കടക്കുന്ന, അതായത് ഇരുൾ മൂടി വരുന്ന ആ സന്ദർഭം മനുഷ്യനൊക്കെ വിശ്രമത്തിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്ന ആ സമയത്തെയാണ് അള്ളാഹു ഇവിടെ സത്യം ചെയ്ത് പറയുന്നത്. വന്നഹാരി ഇദാ ജല്ലാഹ. ഇനി പകൽ, ആ സമയം, പകൽ സമയം ഇദാ ജല്ലാഹ, അത് തെളിഞ്ഞു വരുമ്പോൾ, നല്ല വെയിലൊക്കെയായി ചൂടായി മനുഷ്യന് പലതരത്തിലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെട്ട് കൊണ്ടിരിക്കുന്ന ആ സമയം, ആ സന്ദർഭത്തെയും അള്ളാഹു സത്യം ചെയ്യണം. വല്ലൈലി ഇദാ യഗ്ശാഹ. അതിൻ്റെ നേരെ എതിര് മനുഷ്യന് ഉറക്കത്തിലേക്ക് വരുന്ന, സമാധാനത്തോടു കൂടി കിടന്നുറങ്ങുന്ന, എല്ലാ പണികളൊക്കെ നിർത്തി സുഖമായിട്ട് നിദ്രയെ പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ആ സന്ദർഭം. വല്ലൈലി, രാത്രിയെ കൊണ്ട് സത്യം. ഇതാ യഗ്ശാഹ, അത് ഇരുൾ മൂടി വരുമ്പോൾ, എല്ലാം ആ സുഷുപ്തിയിലാകുന്ന, ഉറക്കത്തിലാകുന്ന ആ സമയം. വസ്സമാഇ വമാ ബനാഹ. ഇവിടെ ആകാശത്തെ, ആ ആകാശത്തെയും അതിനെ പടച്ചുണ്ടാക്കിയവനെ കൊണ്ടും സത്യം. ആകാശത്തിന് തൂണുകളില്ല. ബിഗൈരി അമദിൻ തറൗനഹ. നിങ്ങൾ കാണുന്ന തരത്തിലുള്ള ഒരു തൂണുമില്ലാതെ ആകാശത്തെ അള്ളാഹു പടച്ചിരിക്കുന്നു. എവിടെ നോക്കിയാലും ആ മലയുടെ മുകളിൽ, അല്ലെങ്കിൽ ഈ മലയുടെ മുകളിൽ ആകാശം തട്ടുന്നത് പോലെ തോന്നും. പക്ഷേ അവിടെ പോയി നോക്കിയാൽ വീണ്ടും അതേപോലെ തന്നെ കുറേ അപ്പുറത്ത് അതുപോലത്തെ സ്ഥലം കാണും. എവിടെയും ആകാശം തട്ടുന്നില്ല. ആകാശത്തിന് കാണുന്ന രൂപത്തിലൊരു തൂണില്ല. പക്ഷേ എത്രയോ ഉയരത്തിലായി ആകാശം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഗോളങ്ങൾ ആകാശത്തുകൂടെ എന്നും കറങ്ങിക്കൊണ്ടിരിക്കുന്നതും നമ്മൾ മനസ്സിലാക്കുന്നതാണ്. വൽ അർളി വമാ ത്വഹാഹ. ഭൂമിയെ കൊണ്ടും അതേപോലെ തന്നെ അതിനെ പരത്തിയവനെ കൊണ്ടും സത്യം. ഭൂമി, അതിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, ജീവികളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പരപ്പ് അനുഭവിക്കാൻ സാധിക്കും. ആകൃതിയിൽ ഗോളമാണെങ്കിലും അത് അതിൻ്റെ പ്രവൃത്തി വെച്ച് നോക്കിയാൽ വീടുണ്ടാക്കുവാനും അതേപോലെ തന്നെ കളിക്കുവാനും അതുപോലെ പലതരത്തിലുള്ള കാര്യങ്ങൾക്കും ഭൂമി ഉപയോഗിക്കാൻ പറ്റും. അത് ഒരു ഉരുണ്ട പ്രതലമായിട്ടല്ല തോന്നുന്നത്. ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ആ രൂപത്തിൽ പരത്തിയവനെ കൊണ്ടും സത്യം ചെയ്തുകൊണ്ട് പറയാം. വനഫ്സിൻ വമാ സവ്വാഹ. ആത്മാവിനെ കൊണ്ടും, അത് രൂപപ്പെടുത്തിയവനെ കൊണ്ടും സത്യം. ആത്മാവ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ജന്തുവിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ചലനാത്മകത ഉണ്ടാകുന്നത് ആത്മാവ് നിലനിൽക്കുമ്പോൾ മാത്രമാണ്. ആത്മാവ് ശരീരത്തോട് ചേർന്നത് മുതൽ നമ്മൾക്ക് ശ്വാസോച്ഛ്വാസവും അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിലുള്ള വിവിധ പ്രവർത്തനങ്ങളും നടന്നു തുടങ്ങുന്നു. എപ്പോൾ ആത്മാവ് ശരീരം വിട്ടുപോയോ അതോടുകൂടി ചേതനയേറ്റ, അനക്കമില്ലാത്ത ശരീരമായിട്ട് അത് മാറുന്നു. അപ്പോൾ ഈ ആത്മാവിനെ ഈ രൂപത്തിൽ പടച്ച ആ അള്ളാഹുവിനെ തന്നെ സത്യം ചെയ്തുകൊണ്ട് പറയാം. അള്ളാഹുവിനെ തന്നെ സത്യം ചെയ്തുകൊണ്ട് പറയാം. ഇങ്ങനെ പ്രപഞ്ചത്തിലുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ വിധിയനുസരിച്ചാണ് എന്നത് മനസ്സിലാക്കി തരുന്ന ഒരു സൂക്തമാണിത്. അതിൻ്റെ തുടക്കം തന്നെ ഈ രൂപത്തിൽ എല്ലാറ്റിനെയും സത്യം ചെയ്തുകൊണ്ട് പറയുന്ന അവസ്ഥയാണുള്ളത്. നമ്മൾ ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക, കൂടുതൽ നന്നായി ഖുർആൻ പഠിക്കാനൊരുക്കുക. പ്രത്യേകിച്ച് വളരെ പെട്ടെന്ന് ഈ കണ്ടുപോകുന്നതിന് പകരം എത്ര സമയമാണോ അത് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും സമയമെടുത്തുകൊണ്ട് തന്നെ, പ്രത്യേകിച്ച് റമദാനിലെ ആഗതമാവുകയാണ്, ഈ ഭാഗങ്ങളൊക്കെ വളരെ നന്നായി പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.